ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം പോരാ, നമുക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്ത് പഠിക്കണം. അതായത് കടമായിട്ട് വാങ്ങുന്ന കേസിൽ, കടമായിട്ട് വിൽക്കുന്ന കേസിൽ, അതായത് ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽസ്, അതേപോലെ തന്നെ എക്സ്പെൻസ് കൊടുക്കുക, ഇൻകം കിട്ടുക, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതുകൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ്, അതായത് കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ക്ലാസ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ രണ്ടാമത്തെ പാർട്ട് കാണുക. അതായത് ആദ്യത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് രണ്ടാമത്തെ ക്ലാസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾ വേറെ മെത്തേഡും രീതിയൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഇതാണെങ്കിൽ ഇത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മെത്തേഡാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരിക്കൽ കൂടെ പറയുകയാണ്, ആദ്യത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. പ്രൂവ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. അതായത് താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അക്കൗണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ തെളിയിക്കുക. ഓക്കെ, ട്രാൻസാക്ഷൻസ് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh, ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് 20,000, bought machinery for cash 10,000, purchase goods for cash 10,000, sold goods for cash 5,000, purchase goods from Manu 5,000, sold goods to Arun 3,000, cash paid to Manu 5,000, cash received from Arun 2,000, paid salary 5,000, പിന്നെ റിസീവ്ഡ് കമ്മീഷൻ 2,000, ലാസ്റ്റ് വൺ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 1,000. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് ഇക്വേഷൻ, ഈ ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തെളിയിക്കാം. ഓക്കെ, ഏകദേശം നമുക്ക് വേണ്ട ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ശ്രദ്ധിക്കുക, ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ആദ്യം ശ്രദ്ധിച്ചതിന് ശേഷം സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. അഡീഷണലായിട്ട് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കണം അല്ലേ. നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്നുണ്ട് നമ്മൾ അല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് കോളം, പിന്നെ എന്ത് ചെയ്യണം, ആകെ 4 കോളം നമ്മൾ വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് ആണ് കാണിക്കുക. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻസ് കാണിക്കണം ഫസ്റ്റ് അല്ലേ. ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് കാണിക്കും. പിന്നെ ഇവിടെ എന്താ കാണിക്കുക, 3 കോളത്തിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലേ. മെയിൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാ, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അത് നമ്മളിവിടെ കാണിച്ചു കൊടുക്കാം. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഏതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഏതാ, സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh അല്ലേ. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh, അത് നമ്മൾ എഴുതുക. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണ്, സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ, സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh അല്ലേ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു 1 ലക്ഷം രൂപ വെച്ച്. അപ്പോൾ എന്താ ചേഞ്ച് വരിക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു മാറ്റവും വരില്ല അല്ലേ. ക്യാഷാണ് കൊണ്ടുവന്നിരിക്കുന്ന 1 ലക്ഷം. അപ്പോൾ അസറ്റിൽ എന്ത് വരും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അസറ്റിൽ ക്യാഷ് വരും. എത്ര, 1 ലക്ഷം. അസറ്റിൽ ക്യാഷ് വരും 1 ലക്ഷം. സീക്വൽ ടു ലയബിലിറ്റി ഉണ്ടോ, ഇല്ലല്ലോ, 0 പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്, 1 ലക്ഷം. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ചും ഇല്ല, ഇതേപോലെ തന്നെയാണ് വരിക. എന്ത്, ക്യാഷിൽ 1 ലക്ഷം വരും, അതേപോലെ തന്നെ ക്യാപിറ്റലിലും 1 ലക്ഷം.
ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂട്ടിക്കാണിക്കുക. എമൗണ്ട് മാത്രം കൂട്ടിയിട്ട് താഴെ എഴുതുക. ഓക്കെ. എത്രയാണ് വരിക ഇവിടെ? 1,00,000. 1,00,000 = 0 + 1,00,000 അല്ലേ? കൂട്ടിക്കാണിച്ചു അല്ലേ? എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇവിടെ എന്താണ്? 1,00,000 = 0 + 1,00,000 എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണ് നോക്ക്. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് 20,000. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് 20,000. 20,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ. എഴുതുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് റുപ്പീസ് എത്രയാണ്? ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് 20,000 ആണ്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് 20,000 അല്ലേ? ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എന്ത് മാറ്റം വരിക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും, ബാങ്കിൽ ക്യാഷ് വരികയും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്യാഷ്, നേരത്തെ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് 1,00,000 ഉണ്ട്, അതിൽ നിന്ന് 20,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷിൽ നിന്ന് എത്ര കുറയും? 20,000 കുറയും. ക്യാഷിൽ എത്രയാവും? ക്യാഷിൽ 80,000 ആവും. ക്യാഷിൽ 80,000. ക്യാഷിൽ 80,000 വരും. ആ 20,000 എവിടെ വരും? ബാങ്കിൽ വരും അല്ലേ? ക്യാഷ് നിന്ന് പോയ 20,000 ബാങ്കിൽ വരും. 20,000 ബാങ്ക് വസറ്റാണ്, ക്യാഷ് വസറ്റാണ്. ഓക്കെ. = ലയബിലിറ്റി 0 ആണ്, പ്ലസ് ക്യാപിറ്റൽ 1,00,000. ഓക്കെ. എന്നിട്ട് അതെന്ത് ചെയ്യുക? കൂട്ടിക്കാണിക്കുക. എത്ര വരും? 80,000 20,000 1,00,000. 80,000 20,000 1,00,000 = 0 + 1,00,000. 0 + 1,00,000. ഓക്കെ അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെയാണ്. ഇതും കൂട്ടിയാലും നമുക്കിത് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓക്കെയാണ്. അത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തത് ബോട്ട് മിഷനറി ഫോർ ക്യാഷ്. ബോട്ട് വാങ്ങുക, മിഷനറി ഫോർ ക്യാഷ്. മിഷനറി വാങ്ങുന്നു ക്യാഷിന് അല്ലേ? 10,000 രൂപ കൊടുത്തിട്ട് മിഷനറി വാങ്ങുന്നുണ്ട്. ബോട്ട് മിഷനറി ഫോർ ക്യാഷ് 10,000 അല്ലേ? അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ എഴുതാം. മൂന്നാമത്തെ എന്താണ്? ബോട്ട് മിഷനറി ഫോർ ക്യാഷ് ₹10,000. ബോട്ട് മിഷനറി ഫോർ ക്യാഷ് ₹10,000. 10,000 രൂപയ്ക്ക് നമ്മൾ മിഷനറി വാങ്ങുന്നു അല്ലേ? എന്ത് ചേഞ്ചാ വരിക? ഒന്ന് പറഞ്ഞു നോക്കിയേ. ബോട്ട് മിഷനറി ഫോർ ക്യാഷ് ₹10,000 എന്ന് പറയുമ്പോൾ എന്ത് ചേഞ്ചാ വരിക? എന്ത് ചേഞ്ച് വരും? ക്യാഷിനല്ലേ മിഷനറി വാങ്ങുന്ന 10,000 രൂപയ്ക്ക്. അപ്പോൾ എന്താ ചേഞ്ചാ വരിക? ക്യാഷിൽ നിന്ന് 10,000 പോവും അല്ലേ? പകരം എന്ത് വരും? 10,000 രൂപയുടെ മിഷനറി വരും അല്ലേ? ക്യാഷിന് വാങ്ങുന്ന സമയത്ത് ക്യാഷിൽ നിന്ന് 10,000 പോവും, പകരം 10,000 രൂപയുടെ മിഷനറി വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്യാഷിൽ നിന്ന് 10,000 പോയി കഴിഞ്ഞാൽ ക്യാഷ് ഇവിടെ നമ്മളെ കയ്യിൽ എത്രയുള്ളത്? 80,000 ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? 80,000 നിന്ന് 10,000 കുറഞ്ഞാൽ എത്ര വരും? 70,000 ക്യാഷ് ആവും അല്ലേ? പകരം എന്ത് വരും? മിഷനറി വരും അല്ലേ? 10,000 രൂപയുടെ മിഷനറി വരും. 10,000ത്തിൻ്റെ മിഷനറി വരും. നേരത്തെ ബാങ്ക് ബാലൻസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ബാങ്ക് ബാലൻസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ബാങ്കിൽ 20,000 അങ്ങനെ തന്നെ ഉണ്ടാവും. = ലയബിലിറ്റി 0 പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്? 1,00,000. ക്യാപിറ്റലിന് മാറ്റമൊന്നുമില്ല, 1,00,000. ഓക്കെ. എന്നിട്ട് നമ്മളിത് കൂട്ടിക്കാണിക്കുക. ഓക്കെ. 70 10 80 20 1,00,000. 1,00,000 = 0 + 1,00,000. അക്കൗണ്ടിങ് ഈക്വേഷൻ ഓക്കെ ആണല്ലോ? 1,00,000 = 0 + 1,00,000 അല്ലേ? അതവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ. അതവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നാലാമത്തെ നോക്കുക. നാലാമത്തത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. നാലാമത്തത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000.
10,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങുന്നു. 10,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് എന്ത് മാറ്റം ഉണ്ടാവുക? ക്യാഷിനല്ലേ വാങ്ങുന്നത്. അപ്പോൾ ക്യാഷിനാണ് വാങ്ങുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. 10,000 രൂപയ്ക്ക് എന്ത് വാങ്ങുന്നു? ഗുഡ്സ് വാങ്ങുന്നു. അപ്പോൾ എന്ത് ചേഞ്ചാണ് വരിക? ക്യാഷിൽ നിന്ന് 10,000 കുറയും അല്ലേ? ക്യാഷിൽ നിന്ന് 10,000 കുറയും. പകരം എന്ത് വരും? ഗുഡ്സ് വരും സ്ഥാപനത്തിലേക്ക് അല്ലേ? ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അതായത് 10,000 രൂപ പോവുകയും ചെയ്യും. പകരം സ്ഥാപനത്തിൽ എന്ത് വരും? ഗുഡ്സ് വരും അല്ലേ? അപ്പം നമ്മൾ എന്ത് കാണിക്കും? ക്യാഷിൽ നിന്ന് 10,000 കുറയും. ക്യാഷിൽ നിന്ന് 10,000 കുറയും. അപ്പോൾ ഇവിടെ ഓൾറെഡി ക്യാഷ് 70,000 ഉള്ളത്. അതിൽ നിന്ന് 10,000 കുറച്ചാൽ എത്രയാവും? 60,000 ആവും. പകരം എന്ത് വരും? ഗുഡ്സ് ആണ് വരിക അല്ലേ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കില്ല. എന്താ കാണിക്കുക? ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് അതിനെ നമ്മൾ വാങ്ങിക്കാൻ സ്റ്റോക്ക് എന്നാണ് പറയുക. എന്താ പറയുക? സ്റ്റോക്കായി മാറും അല്ലേ? ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഗുഡ്സ് വാങ്ങുന്ന ഗുഡ്സിനെ നമ്മൾ എന്താ പറയുക? സ്റ്റോക്ക് എന്നാണ് പറയുക. ഗുഡ്സ് ആയിട്ട് കാണിക്കില്ല. എന്തായിട്ടാണ് കാണിക്കുക? സ്റ്റോക്കായിട്ടാണ് കാണിക്കുക. ഓക്കെ, അതായത് സ്റ്റോക്കായിട്ട് കാണിക്കും. അപ്പം 10,000 രൂപ ക്യാഷിൽ നിന്ന് പോവും. പകരം എന്ത് വരും? സ്റ്റോക്ക് വരും. എത്ര രൂപയുടെ സ്റ്റോക്ക് വരും? 10,000 രൂപയുടെ സ്റ്റോക്ക് വരും. ഓർമ്മിക്കുക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കില്ല. പകരം എന്താ കാണിക്കുക? സ്റ്റോക്കാണ് കാണിക്കുക. ഓക്കെ അല്ലേ? അപ്പം 10,000 രൂപ ക്യാഷിൽ നിന്ന് പോയി. പകരം എന്ത് വന്നു? 10,000 രൂപയുടെ സ്റ്റോക്ക് വന്നു. ഓക്കെ, നേരത്തെ മിഷനറിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മിഷനറി അങ്ങനെ തന്നെ ഉണ്ടാവും. നേരത്തെ മിഷനറി 10,000 രൂപയുടെ മിഷനറി അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ബാങ്കിൽ മാറ്റമുണ്ടോ? ബാങ്ക് അങ്ങനെ തന്നെയുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ബാങ്ക് 20,000 അങ്ങനെ തന്നെ. ഓക്കെ, സീക്വൽ ടു ലയബിലിറ്റി 0 പ്ലസ് ക്യാപിറ്റൽ 1 lakh. ലയബിലിറ്റി 0 ക്യാപിറ്റൽ 1 lakh. ഓക്കെ, ഇനി ഇത് കൂട്ടി നോക്കുക. ഓക്കെ, എത്ര കിട്ടും കൂട്ടിയാൽ? 60, 10, 70, 80, 20, 1 ലക്ഷം. 1 ലക്ഷം സീക്വൽ ടു 0 പ്ലസ് 1 ലക്ഷം. ഓക്കെ, 0 പ്ലസ് 1 ലക്ഷം. 0 പ്ലസ് 1 ലക്ഷം. ഓക്കെ അല്ലേ? ഇനി അടുത്ത അഞ്ചാമത്തെ നോക്കുക. അഞ്ചാമത്തെ എന്താ? അഞ്ചാമത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ഗുഡ്സ് വാങ്ങിയ പോലെ തന്നെ ഗുഡ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലേ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എങ്ങനെ കാണിക്കും നമ്മൾ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5,000. 5,000 ഗുഡ്സ് വിൽക്കുന്നു. ക്യാഷിനാണ് ഗുഡ്സ് വിൽക്കുന്നത് അല്ലേ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5,000. 5,000 രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുന്നു അല്ലേ? വിൽക്കുന്ന സമയത്ത് എന്താ മാറ്റം വരിക? നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ക്യാഷിൽ നിന്ന് പൈസ കുറഞ്ഞു. 10,000 രൂപയ്ക്ക് വാങ്ങുന്ന സമയത്ത് ക്യാഷിൽ നിന്ന് 10,000 കുറഞ്ഞു. പകരം സ്റ്റോക്ക് വന്നു അല്ലേ? ഗുഡ്സ് വാങ്ങുന്ന സമയത്ത്. ഇനി ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് എന്താ വരിക? ക്യാഷിൽ കൂടും അല്ലേ? ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുക ചെയ്യാം. അപ്പോൾ ക്യാഷിൽ കൂടുകയും ചെയ്യും, സ്റ്റോക്കിൽ നിന്ന് കുറയുകയും ചെയ്യും അല്ലേ? ക്യാഷ് കൂടും, സ്റ്റോക്കിൽ നിന്ന് കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് ഓൾറെഡി നമ്മുടെ കയ്യിൽ 60,000 ക്യാഷ് ഉണ്ട്. ഇവിടെ 60,000 ക്യാഷ് ഉണ്ട്. അതിൽ നിന്ന് 5,000 കുറയും. എത്രയാവും? 55,000 ആവും അല്ലേ? 55,000. സോറി, ക്യാഷ് കൂടുകയല്ലേ ചെയ്യാം. ക്യാഷ് കൂടിയാൽ എത്രയാവും? 65,000 ആവും അല്ലേ? ക്യാഷിൽ കൂടുകയാണ് ചെയ്യാം അല്ലേ? സെയിൽസ് നടക്കുന്ന സമയത്ത്, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് സെയിൽസിൽ 5,000 കൂടും. അപ്പോൾ ക്യാഷ് എത്രയാവും? 65,000 ആവും അല്ലേ? ക്യാഷ് 65,000 ആവും. എവിടെ നിന്ന് കുറയും? സ്റ്റോക്കിൽ നിന്ന് കുറയും അല്ലേ? സ്റ്റോക്ക് ഇവിടെ 10,000 ആണുള്ളത്. അപ്പം വിറ്റ് കഴിഞ്ഞാൽ 5,000 രൂപയുടെ വിറ്റ് കഴിഞ്ഞാൽ സ്റ്റോക്ക് എത്രയായിട്ട് മാറും? 5,000 ആയിട്ട് മാറും അല്ലേ? പിന്നെ ബാക്കിയൊന്നും ഒരു മാറ്റവും. മിഷനറി അങ്ങനെ തന്നെ, ബാങ്ക് അങ്ങനെ തന്നെ. മിഷനറി 10,000 മിഷനറി അങ്ങനെ തന്നെ ഉണ്ടാവും. ബാങ്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. ബാങ്ക് 20,000 ബാങ്ക് ബാലൻസ് അങ്ങനെ തന്നെ ഉണ്ടാവും. സീക്വൽ ടു ലയബിലിറ്റി 0 പ്ലസ് ക്യാപിറ്റൽ 1 lakh. ലയബിലിറ്റി 0 പ്ലസ് ക്യാപിറ്റൽ 1 lakh. ഓക്കെ അല്ലേ? എന്നിട്ടത് കൂട്ടി നോക്കുക. ഓക്കെ, കൂട്ടി നോക്കുക. എത്ര വരും? 65, 70, 10, 80, 20, 1 ലക്ഷം. 1 ലക്ഷം സീക്വൽ ടു 0 പ്ലസ് 1 ലക്ഷം. 0 പ്ലസ് 1 ലക്ഷം. ഓക്കെ, 0 പ്ലസ് 1 ലക്ഷം. റെഡി അല്ലേ? അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നെക്സ്റ്റ് അടുത്ത നോക്കുക. ആറാമത്തെ എന്താ? ആറാമത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു ₹5,000. പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു ₹5,000. നോക്കിയാൽ ആറാമത്തെ ശ്രദ്ധിക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു. ആറാമത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം
മനു ₹5,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ₹5,000. മനുവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ₹5,000. മനുവിൻ്റെ കയ്യിൽ നിന്ന് 5,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുന്നു. ഈ ഒരു ട്രാൻസാക്ഷൻ എന്താണ് പ്രത്യേകത? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ക്യാഷും ക്രെഡിറ്റും ട്രാൻസാക്ഷൻസ് അല്ലേ. നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഒരു ട്രാൻസാക്ഷനിൽ പാർട്ടിയുടെ പേര് പറയുകയും, അതായത് ആളിൻ്റെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേര് പറയുകയും ക്യാഷ് എന്ന വാക്ക് പറയാതിരിക്കുകയും ചെയ്താൽ അത് ക്രെഡിറ്റ് ആയിരിക്കും, അതായത് കടമായിരിക്കും. ഇവിടെ ഗുഡ്സ് വാങ്ങുന്ന കേസിൽ മനുവിൻ്റെ പേര് പറയുന്നുണ്ട്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു, പക്ഷേ ക്യാഷ് എന്ന വാക്ക് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഓക്കെ, മനുവിൻ്റെ പേര് പറയുന്നുണ്ട്, എന്ത് പറയുന്നില്ല? ക്യാഷ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ₹5,000 എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. കാരണം മനുവിൻ്റെ പേര് പറയുന്നുണ്ട്, ക്യാഷ് എന്ന വാക്ക് ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിയുടെ പേര് പറയുകയും ക്യാഷ് എന്ന വാക്ക് പറയാതിരിക്കുകയും ചെയ്താൽ അതെന്തായിരിക്കും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ആയിട്ടാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനുവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് 5,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുന്നത് എങ്ങനെയാണ്? കടമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എന്താ മാറ്റം വരിക? അപ്പോൾ എന്ത് മാറ്റം വരും? നമ്മൾ നോക്കും, ഇവിടെ ക്യാഷിൽ എന്തെങ്കിലും മാറ്റം വരുമോ? കടമായിട്ടാണ് വാങ്ങുന്നത്. കടമായിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട? ക്യാഷ് അപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, കടമായിട്ടാണ് ഗുഡ്സ് വാങ്ങുന്നത്. അപ്പോൾ ക്യാഷിലൊരു മാറ്റവും വരില്ല. ക്യാഷ് നേരത്തെ 65,000 അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ. കടമായിട്ടല്ലേ വാങ്ങുന്നത്, നമ്മൾ പിന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല കടമായിട്ട് വാങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ക്യാഷാണോ കടമാണോ കൃത്യമായിട്ട് ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു ₹5,000 ആണ്. അപ്പോൾ ക്യാഷിൽ എന്ത് മാറ്റം വരും? ക്യാഷിലൊരു മാറ്റവും വരില്ല. കാരണം ക്യാഷ് നമ്മളപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ, കടമായിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ സ്റ്റോക്കിൽ എന്ത് ചെയ്യും? സ്റ്റോക്കിൽ 5,000 രൂപയുടെ സ്റ്റോക്ക് കൂടും അല്ലേ. ഗുഡ്സ് വാങ്ങുന്നുണ്ട്, നമുക്ക് കടമായിട്ടാണെങ്കിലും ഗുഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എവിടെയാണ് കാണിക്കുക? സ്റ്റോക്കിലാണ് കാണിക്കുക. അപ്പോൾ ക്യാഷിൽ കൂടുന്നില്ലെങ്കിലും സ്റ്റോക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിലും ക്യാഷ് കുറയുന്നില്ലെങ്കിലും എന്ത് ചെയ്യും? സ്റ്റോക്ക് കൂടും അല്ലേ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇവിടെ സ്റ്റോക്ക് 5,000 ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ പിന്നെയും 5,000ൻ്റെ സ്റ്റോക്ക് കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ സ്റ്റോക്ക് എത്രയായി? 10,000 ആയി. ഓക്കെ, നേരത്തെ മിഷനറിക്കും ബാങ്കിനും ഒരു മാറ്റവും ഇല്ല. മിഷനറി 10,000 രൂപയുടെ മിഷനറിയും പിന്നെ ബാങ്ക് എത്രയുണ്ട്? 20,000 രൂപയുടെ ബാങ്ക് ബാലൻസും ഉണ്ട്. ഓക്കെ, അപ്പം പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനു 5,000 രൂപയ്ക്ക് കടമായിട്ട് വാങ്ങിയത് കൊണ്ടാണ് ക്യാഷിൽ മാറ്റം വരാത്തത്. അല്ലെങ്കിൽ ക്യാഷ് എന്ന് കുറയും. ക്യാഷിനാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത് ക്യാഷിൽ നിന്ന് കുറയുകയും ചെയ്യും, സ്റ്റോക്ക് കൂടുകയാണ് ചെയ്യുക. ഇവിടെ ക്യാഷിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, പകരം എവിടെ നിന്ന് കുറഞ്ഞു? സ്റ്റോക്ക് നിന്ന് കുറഞ്ഞിട്ടുണ്ട്, വേറൊരു മാറ്റവും വന്നിട്ടില്ല. ഈക്വൽ ടു ലാബിലിറ്റിയിൽ എന്ത് മാറ്റം വരും? ഇവിടെ കടമായിട്ടാണ് വാങ്ങുന്നത്. കടമായിട്ട് വാങ്ങുന്ന സമയത്ത് അവിടെ എന്ത് വരും? നമ്മൾ കടമായിട്ട് വാങ്ങുന്ന കേസിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളവരെയാണ് എന്ത് പറയുക? ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം അല്ലേ. പൈസ കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ആര് വരും? ക്രെഡിറ്റേഴ്സ് വരും അല്ലേ. മനു എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളാണ് ആര്? മനു എന്ന് പറയുന്നത്. മനുവിൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നതുകൊണ്ട്. അപ്പോൾ ലാബിലിറ്റിയിൽ ആര് വരും? ക്രെഡിറ്റർ വരും. ക്രെഡിറ്റർ എത്രയാണ്? ക്രെഡിറ്റർ 5,000 ക്രെഡിറ്ററിൽ വരും. ഓക്കെ, ക്രെഡിറ്റർ. അപ്പോൾ രണ്ട് മാറ്റമാണ് ഇവിടെ വന്നത്. ഒന്ന് സ്റ്റോക്കിൽ കൂടി, പിന്നെ എന്ത് വന്നു? ക്രെഡിറ്റർ വന്നു. അതായത് പിന്നെ പൈസ കൊടുക്കാനുള്ള ആളാണ്. ഓക്കെ, പൈസ പിന്നെ കൊടുക്കണം. അപ്പോൾ ക്രെഡിറ്റർ. ഓക്കെ, പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്? 1 lakh. ഓക്കെ, ക്യാപിറ്റൽ 1 lakh. ഇനി അത് കൂട്ടിക്കാണിക്കുക, കൂട്ടിക്കാണിച്ചു കൊടുക്കുക. ഓക്കെ, എത്ര വരും? 65 10 75 10 85 85 എത്ര വരും? 1,05,000 വരും അല്ലേ. 1,05,000 ഈക്വൽ ടു ഇവിടെ 5,000 പ്ലസ് 1,00,000. 5,000 പ്ലസ് 1,00,000. അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെ ആണ്. നോക്ക്, ഇത് കൂട്ടിയാൽ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടണം അല്ലേ. 1,05,000 ഈക്വൽ ടു 5,000 പ്ലസ് 1,00,000. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ കടമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ക്യാഷിൽ ഒരു മാറ്റവും വരില്ല, പകരം സ്റ്റോക്കിൽ നിന്ന് കൂടും അല്ലെ. സ്റ്റോക്കിൽ കൂടും. കടമായിട്ട് വാങ്ങുന്നതാണെങ്കിൽ സ്റ്റോക്ക് നമുക്ക് കിട്ടൂലേ. അപ്പോൾ സ്റ്റോക്കിൽ കൂടുകയും ചെയ്യും. പിന്നെ എന്ത് വരും? ലാബിലിറ്റിയിൽ ക്രെഡിറ്റർ വരികയും ചെയ്യും. രണ്ട് ചേഞ്ച്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് അടുത്ത ഏഴാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കേ. ഏഴാമത്തെ സോൾഡ് ഗുഡ്സ് ടു അരുൺ ₹3,000. സോൾഡ് ഗുഡ്സ് ടു അരുൺ sold goods to Arun rupees 3,000.
സോൾഡ് ഗുഡ്സ് ടു അരുൺ ₹3000 എന്ന് പറയും. ഈ ട്രാൻസാക്ഷൻ്റെ പ്രത്യേകത എന്താ? ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ക്യാഷാണോ കടമാണോ എന്ന് നോക്കണം അല്ലേ. ഇവിടെ അരുണിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതെന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. സോൾഡ് ഗുഡ്സ് ടു അരുൺ ₹3000. അരുണിന് 3000 രൂപയുടെ ഗുഡ്സ് വിറ്റു. അവിടെ ക്യാഷ് എന്ന വാക്കേ പറയുന്നില്ല, പകരം പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അരുൺ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് പറയുന്നുണ്ട്, പക്ഷേ ക്യാഷ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്താണ്? കടമാണ്, കടമായിട്ടാണ് വിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ കടമായിട്ട് വിൽക്കുന്ന സമയത്ത് എന്ത് മാറ്റം വരിക? കടമായിട്ട് വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് അപ്പം കിട്ടില്ല, പിന്നെ കിട്ടുകയാണ് ചെയ്യാം അല്ലേ. കടമായിട്ട് വിൽക്കുന്ന സമയത്ത് ക്യാഷിലൊരു മാറ്റവും വരില്ല, പക്ഷേ സ്റ്റോക്ക് ഒന്ന് കുറയും അല്ലേ. കടമായിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊടുക്കണ്ടേ. അപ്പോൾ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഒന്ന് കുറയുകയും ചെയ്യും, ക്യാഷിലൊരു മാറ്റവും വരില്ല. പിന്നെ എവിടെയാണ് ചേഞ്ച് വരിക? നമുക്ക് പൈസ തരാനുള്ള ആളുണ്ടാവും അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കടമായിട്ട് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ഒരു ബിസിനസ്സിന് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ഡെപ്റ്റേഴ്സ് എന്ന് പറയും അല്ലേ. അതായത് അസറ്റാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പൈസ തരാനുള്ളവർ എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ബിസിനസ്സിന് പിന്നെ പൈസ തരാനുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ട് ചേഞ്ചാണ് വരിക. ഒന്ന് എന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് കുറയും, മറ്റൊന്ന് എന്താണ്? ഡെറ്റേഴ്സ് വരും. അസറ്റിൽ ഡെറ്റേഴ്സ്, പൈസ തരാനുള്ളവർ വരും. ഓക്കെ. അങ്ങനെ രണ്ട് ചേഞ്ച്. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കുക, ക്യാഷിൽ മാറ്റമൊന്നും വരില്ല, കാരണം കടമായിട്ടാണ് വെക്കുന്നത്. ക്യാഷ് കൂടുമൊന്നുമില്ല, ക്യാഷ് 65,000 അങ്ങനെ തന്നെ വരും. ഓക്കെ. പിന്നെ സ്റ്റോക്ക് എന്ന് കുറയും. കടമായിട്ടാണ് വിൽക്കുന്നതെങ്കിലും ഗുഡ്സ് നമ്മൾ കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ സ്റ്റോക്ക് എന്ന് കുറയും. സ്റ്റോക്ക് ഇവിടെ എത്രയുള്ളത്? 10,000 സ്റ്റോക്കാണുള്ളത്. അതിൽ നിന്ന് 3,000 സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാവും? 7,000 ആവും അല്ലേ. പിന്നെന്താ മാറ്റം വരിക? സ്റ്റോക്ക് എന്ന് കുറയുകയും ചെയ്യും, പകരം ഡെപ്റ്റേഴ്സ് വരും. പകരം ഡെപ്റ്റേഴ്സ് വരും അല്ലേ. അതായത് പൈസ തരാനുള്ളവർ അസറ്റാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പകരം ഡെപ്റ്റേഴ്സ് വരും അല്ലേ. എത്ര പൈസയുടെ ഡെപ്റ്റേഴ്സാണ് വരിക? 3,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് വരും അല്ലേ. അപ്പോൾ രണ്ട് മാറ്റം വന്നു. സ്റ്റോക്ക് ഒന്ന് കുറഞ്ഞു, പിന്നെ എന്ത് വന്നു? പൈസ തരാനുള്ളവർ ആരാണ്? ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ആ ഡെപ്റ്റേഴ്സ് 3,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് വന്നു. അതായത് അസറ്റാണ്. പൈസ തരാനുള്ളവർ എന്ന് പറയുന്നത് അസറ്റാണ്. അതുകൊണ്ട് അസറ്റിൻ്റെ ഭാഗത്തിൽ എന്ത് വരും? ഡെപ്റ്റേഴ്സ് വരും. നേരത്തെയുള്ള മിഷനറിക്കും ബാങ്കിനും ഒരു മാറ്റവും ഇല്ല. മിഷനറി 10,000 അങ്ങനെ തന്നെ ഉണ്ടാവും. മിഷനറി 10,000. പിന്നെ ബാങ്ക് 20,000, ഒരു മാറ്റവും ഇല്ല. ഓക്കെ. ഇസ് ഈക്വൽ ടു ഈ ക്രെഡിറ്റർക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ലാബിലിറ്റിയിൽ? ഇല്ലല്ലോ, ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റർ അങ്ങനെ തന്നെ ഉണ്ടാവും. ക്രെഡിറ്റർ എത്രയായി? 5,000 പ്ലസ് ക്യാപിറ്റൽ എത്ര വരും? 1 lakh. ഓക്കെ. ക്യാപിറ്റൽ 1 lakh. ഇനി അത് കൂട്ടി നോക്കുക. ഓക്കെ. കൂട്ടി നോക്കുക എത്ര വരും? 65 65 72 3 75 75 10 85 85 20 1,05,000 1,05,000 സീക്വൽ ടു ഇവിടെ എത്രയാണ്? ലാബിലിറ്റി 5,000 പ്ലസ് 1,00,000 ക്യാപിറ്റൽ. 1,00,000 ക്യാപിറ്റൽ. ഓക്കെ അല്ലേ. അപ്പോൾ അക്കൗണ്ട് ഈക്വേഷൻ ഓക്കെ അല്ലേ. ഇതും കൂട്ടിയാൽ നമുക്കിത് കിട്ടുന്നില്ലേ? ഓക്കെ. അത് ക്ലോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത എട്ടാമത്തെ നോക്കുക. എട്ടാമത്തെ എന്താ? എട്ടാമത്തത് ക്യാഷ് പെയ്ഡ് ടു മനു. ക്യാഷ് പെയ്ഡ് ടു മനു ₹5,000. ക്യാഷ് പെയ്ഡ് ടു മനു ₹5,000. എട്ടാമത്തത് ക്യാഷ് പെയ്ഡ് ടു മനു. ക്യാഷ് പെയ്ഡ് ടു മനു ₹5,000. Cash paid to Manu ₹5,000. Cash paid to Manu ₹5,000. ഓക്കെ. ക്യാഷ് പെയ്ഡ് ടു മനു ₹5,000 എന്ന് പറയുന്ന സമയത്ത് എന്താ ഇവിടെ വന്നേ? മനുവിന് ക്യാഷ് കൊടുത്തു 5,000 രൂപ. മനു എന്ന് പറഞ്ഞതാരാ? നമ്മൾ നേരത്തെ ഇവിടെ ഗുഡ്സ് കൊടുക്കാനുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ ഗുഡ്സ് വാങ്ങിയ കേസിൽ പൈസ കൊടുക്കാനുണ്ട്. ആർക്ക്? മനുവിന്. ക്രെഡിറ്ററാണ് മനു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ വന്നിട്ടുണ്ട്. മനു എന്ന് പറയുന്നത് ക്രെഡിറ്റർക്ക് 5,000 കൊടുക്കാനുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മനുവിന് ഇവിടെ എത്ര കൊടുക്കുന്നു? 5,000 കൊടുക്കുന്നു. മനുവിന് 5,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മനുവിന് 5,000 കൊടുക്കുന്ന സമയത്ത് എന്ത് മാറ്റം വരും? മനു എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്, ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളാണ് മനു എന്ന് പറയുന്നത്. അപ്പോൾ മനുവിന് 5,000 രൂപ കൊടുക്കുന്ന സമയത്ത് എന്ത് മാറ്റം വരും? എന്ത് മാറ്റം വരിക? 5,000 രൂപ കൊടുക്കുന്ന സമയത്ത് ക്യാഷ് 5,000 കുറയും അല്ലേ. ക്യാഷ് 5,000 കുറയും. പിന്നെ ഇവിടെ മാറ്റം വരും? ക്രെഡിറ്റേഴ്സ് 5,000 കുറയും അല്ലേ. നമ്മൾ കൊടുക്കാനുള്ള ലാബിലിറ്റി അല്ലേ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് കുറയും. പിന്നെ ഇവിടെ നിന്ന് കുറയും? ക്രെഡിറ്റേഴ്സ് ഒന്നും കുറയും അല്ലേ. അപ്പോൾ ക്യാഷ് ഇവിടെ എത്രയുണ്ട്? ക്യാഷ് 65,000 അല്ലേ. ക്യാഷ് ഓൾറെഡി 65,000 ഉണ്ട്. അതിൽ നിന്ന് 5,000 മനുവിന് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് എത്രയായിട്ട് മാറും?
ക്യാഷ് 60,000 ആവും അല്ലേ, ക്യാഷ് 60,000 ആവും. പിന്നെ എന്ത് മാറ്റം വരും, ലയബിലിറ്റിയിൽ മാറും, വേറൊരു മാറ്റവും വരില്ല, സ്റ്റോക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. സ്റ്റോക്ക് 7,000 സ്റ്റോക്ക് അങ്ങനെ തന്നെ. ഡെറ്റേഴ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും, ഡെപ്റ്റേഴ്സ് 3,000 ഡെറ്റേഴ്സ് അങ്ങനെ ഉണ്ടാവും. മിഷണറിക്ക് മാറ്റമൊന്നും വരില്ല, 10,000 മിഷണറി. പിന്നെ ബാങ്കിന് മാറ്റം വരുമോ, ബാങ്കിൽ മാറ്റമൊന്നും വരുന്നില്ല, എത്രയാണ് 20,000 രൂപ ഉണ്ടാവും. സീക്വൽ ടു ഇവിടെ ക്രെഡിറ്റർ ആരാ, മനുവല്ലേ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മനുവിന് 5,000 രൂപ കൊടുക്കുന്ന സമയത്ത് മനുവിന് 5,000 കൊടുക്കുന്നു. മനുവിന് 5,000 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, നമ്മുടെ ലാബിലിറ്റി പോയി അല്ലേ, ക്രെഡിറ്റർക്ക് 5,000 കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ ലാബിലിറ്റി എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി അല്ലേ. മനുവിന് 5,000 കൊടുത്താൽ ലാബിലിറ്റി 0 ആയിട്ട് മാറി. പ്ലസ് ക്യാപിറ്റൽ 1,00,000, ക്യാപിറ്റൽ 1,00,000. ഓക്കെ, എന്നിട്ട് നമ്മളിത് കൂട്ടിക്കാണിക്കുക, ഇത് കൂട്ടിക്കാണിച്ചു കൊടുക്കാം. ഓക്കെ, എത്ര വരും, 60ഉം 67, 67 3 70, 70 10 80 20 1,00,000. 1,00,000 is equal to 0 plus 1,00,000. ഓക്കെ, 0 plus 1,00,000. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത നോക്ക്, 9ാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, 9ാമത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ. ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ 9ാമത്തത് ശ്രദ്ധിക്കുക. 9ാമത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ 9ാമത്തതാണ്. 9ാമത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ. ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ, അരുണിൻ്റെ കയ്യിൽ നിന്ന് എത്രയായിരുന്നു ക്യാഷ് കിട്ടിയത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ ₹2,000 അല്ലേ, 2,000 രൂപ. ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ ₹2,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ ₹2,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ ₹2,000. ഓക്കെ, 2,000 രൂപ അരുണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു അല്ലേ. ക്യാഷ് റിസീവ്ഡ് ഫ്രം അരുൺ ₹2,000. ഓക്കെ, അപ്പോൾ എന്താ ചേഞ്ച് വരിക, അരുണിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. ഇവിടെ അരുൺ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോൾഡ് ഗുഡ്സ് ടു അരുൺ, കടമായിട്ട് ഗുഡ്സ് വിറ്റിട്ടുണ്ട് അരുണിന്. അപ്പോൾ അരുണ് പൈസ തരാനുള്ള ആളാണ് അല്ലേ. കടമായിട്ട് ഗുഡ്സ് വിറ്റതിൻ്റെ കേസിൽ ബിസിനസ്സിന് പൈസ തരാനുള്ള ആരാണ്, ആര്, അരുൺ എന്ന് പറയുന്നത്, അതായത് ഡെപ്റ്ററാണ്. അരുൺ എന്ന് പറയുന്നത് ഡെറ്ററാണ്, ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്. അപ്പോൾ അങ്ങനെ പൈസ തരാനുള്ള അരുൺ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് പൈസ തരുന്നുണ്ട്. അപ്പോൾ തരുന്ന സമയത്ത് എന്താ മാറ്റം വരിക, ക്യാഷിൽ കൂടും അല്ലേ, ക്യാഷിൽ കൂടും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഡെറ്റേഴ്സ്, പൈസ തരാനുള്ള അല്ലേ ഡെറ്റർ എന്ന് പറയുന്നത്, ഡെറ്റർ എന്ന് കുറയുകയും ചെയ്യും. ഓക്കെ, പൈസ തരാനുള്ള 3,000 രൂപ ഡെറ്ററാണ് അരുണ് നമുക്ക് തരാനുണ്ട്. ആ 3,000 രൂപ അരുണ് തരാനുള്ളതിന് അരുണ് 2,000 രൂപ നമുക്ക് തരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ക്യാഷിൽ 2,000 രൂപ കൂടുകയും ചെയ്യും, ഡെറ്റർ 2,000 രൂപ കുറയുകയും ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ കാണിക്കുക, ക്യാഷിൽ നിന്ന് എന്ത് ചെയ്യും, ക്യാഷിൽ 2,000 രൂപ കൂടും, 62,000 ആവും ക്യാഷിൽ 62,000. പിന്നെ ക്യാഷിൽ 62,000, പിന്നെ ഡെറ്റർ ഉണ്ട് 3,000 അല്ലേ. നേരത്തെ ഡെറ്റർ എന്ന് പറയുന്നത് അരുണായിരുന്നു, അരുണ് 3,000 രൂപ തരാനുണ്ട്, അതിൽ അരുണ് 2,000 രൂപ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെറ്റർ 3 ആയിട്ട് മാറും. ഡെറ്റർ 2,000 തന്നു കഴിഞ്ഞാൽ ഡെറ്റർ 3 ആയിട്ട് മാറും, 1,000 ആയിട്ട് മാറും. പിന്നെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ, ഒരു മാറ്റവും വരുന്നില്ല. എന്താണ്, സ്റ്റോക്ക് 7,000 അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ മിഷണറി 10,000 മിഷണറി അങ്ങനെ തന്നെ. ബാങ്കിൽ മാറ്റമുണ്ടോ, ഇല്ല, ബാങ്ക് എത്രയുണ്ട്, 20,000 ഉണ്ട്. സിക്കൽ ടു ലാബിലിറ്റി വരുന്നുണ്ടോ, ഇല്ലല്ലോ, ലാബിലിറ്റി 0 പ്ലസ് 1,00,000. ഓക്കെ, അപ്പോൾ കടമായിട്ട് വിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കടമായിട്ട് വിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാഷിൽ മാറ്റമൊന്നും വരില്ല, സ്റ്റോക്ക് ഒന്ന് കുറയും, പകരം ഡെപ്റ്റർ വരികയും ചെയ്യും, പൈസ തരാനുള്ള ആൾ. ഇനി അങ്ങനെ പൈസ തരാനുള്ള ആൾ പൈസ തന്നു കഴിഞ്ഞാലോ, ഇവിടെ അരുണ് നമുക്ക് പൈസ തരുന്നുണ്ട് 2,000, 3,000 തരാനുള്ള അരുണ് 2,000 രൂപ തരുന്നു. അപ്പോൾ എന്താ മാറ്റം വന്നേ, ക്യാഷിൽ 2,000 രൂപ കൂടി, പിന്നെ ഡെറ്റർ എന്ന് കുറഞ്ഞു 2,000 രൂപ. ഡെറ്റർ എന്ന് വെച്ചാൽ പൈസ തരാനുള്ളതല്ലേ, ഇവിടെ നിന്ന് 2,000 കുറഞ്ഞു. ഇനി മുഴുവൻ 3,000 തന്നിട്ടുണ്ടെങ്കിലോ ഇവിടെ ഡെറ്റർ ക്യാൻസൽ ആവും. ഓക്കെ, തീരെ ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കൂട്ടിക്കാണിക്കുക. എത്ര വരും, 62ഉം 1ഉം 63,000, 63ഉം 7ഉം 70ഉം 10ഉം 80ഉം 20ഉം 1,00,000. 1,00,000 അല്ലേ. സീക്വൽ ടു 0 പ്ലസ് 1,00,000. ഓക്കെ അല്ലേ. അപ്പോൾ റെഡിയല്ലേ കൂട്ടിയിട്ട്, ഓക്കെ, എന്നിട്ടത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ശ്രദ്ധിക്കുക,
നെക്സ്റ്റ് അടുത്ത 10ാമത്തെ ശ്രദ്ധിക്കുക. 10ാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെയ്ഡ് സാലറി റുപ്പീസ് 5000. 5000 രൂപ സാലറി കൊടുത്തു അല്ലേ? പെയ്ഡ് സാലറി റുപ്പീസ് 5000. ഓക്കെ, അടുത്ത നമ്മൾ 10ാമത്തെ എഴുതുക. 10ാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെയ്ഡ് സാലറി. ഓക്കെ, പെയ്ഡ് സാലറി 10ാമത്തത് പെയ്ഡ് സാലറി റുപ്പീസ് 5000. 5000 രൂപ സാലറി കൊടുക്കുന്നു അല്ലേ? പെയ്ഡ് സാലറി റുപ്പീസ് 5000. 5000 രൂപ സാലറി കൊടുക്കുന്ന സമയത്ത് എന്ത് മാറ്റം വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമ്മൾ ചെയ്തതിൽ ക്യാപിറ്റൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല അല്ലേ? ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ ക്യാപിറ്റൽ ഒരു ചേഞ്ചും വന്നില്ല. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക, അങ്ങനെയുള്ള എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് എന്ന് കുറയും, ക്യാപിറ്റൽ എന്ന് കുറയും. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്ന സന്ദർഭങ്ങളാണ് പറയുന്നത്. ഒന്ന് എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, അങ്ങനെ എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് എന്ന് കുറയും, ക്യാപിറ്റൽ എന്ന് കുറയും. ഓക്കെ അല്ലേ? പിന്നെ ഇൻകം കിട്ടുന്ന സമയത്ത് കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിവിഡൻറ്റ് റിസീവ്ഡ്, അങ്ങനെ ഇൻകം കിട്ടുന്ന സമയത്ത് ക്യാഷിൽ കൂടും, ക്യാപിറ്റലിൽ കൂടും. രണ്ടെടുക്കാൻ മാത്രം ചേഞ്ച്, ക്യാഷിലും കൂടും, ക്യാപിറ്റലിലും കൂടും. പിന്നെ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക അല്ലേ? അങ്ങനെ ഡ്രോയിങ്സ് വരുന്ന സമയത്തും പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റം വരും? ക്യാഷ് എന്നും കുറയും, ക്യാപിറ്റൽ എന്നും കുറയും. ഓക്കെ, പിന്നെ മറ്റൊന്ന് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് പുറമെ പിന്നെയും ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്യാഷിലും കൂടും, ക്യാപിറ്റലിലും കൂടും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻസ് ഓർമ്മിക്കുക. എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് കുറയും, ക്യാപിറ്റൽ കുറയും. ഇൻകം കിട്ടുന്ന സമയത്ത് ക്യാഷിലും കൂടും, ക്യാപിറ്റലിലും കൂടും. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ക്യാഷിലും കൂടും, വിഡ്രോ ചെയ്യുന്ന സമയത്ത് ക്യാഷിൽ കുറയും, ക്യാപിറ്റലിൽ കുറയും. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷിൽ കൂടും, ക്യാപിറ്റലിൽ കൂടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെയ്ഡ് സാലറി റുപ്പീസ് 5000. 5000 രൂപ സാലറി കൊടുത്തു. സാലറി കൊടുക്കുന്ന സമയത്ത് എക്സ്പെൻസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ മാറ്റം വരിക? ക്യാഷിൽ കുറയും, ക്യാപിറ്റലും കുറയും. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാഷ് കാണിക്കുക. ക്യാഷ് നമ്മുടെ കയ്യിൽ നേരത്തെ എത്രയാണ് ക്യാഷ് ഉള്ളത്? 62,000. 62,000 5000 സാലറി കൊടുത്താൽ എത്രയാവും? 57,000 അല്ലേ? 62,000 5000 കുറക്കുക എത്ര വരും? 57,000. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഡെപ്റ്റേഴ്സ് 1000, സ്റ്റോക്ക് മാറ്റമൊന്നും വരുന്നില്ലല്ലോ, 7,000, മിഷനറി 10,000, ബാങ്ക് 20,000. ഓക്കെ, മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ബാങ്ക് 20,000. ഓക്കെ, സീക്വൽ ടു ലാബിലിറ്റി എന്ത് വരുന്നുണ്ടോ? ലാബിലിറ്റി 0 ആണ്. പ്ലസ് ക്യാപിറ്റൽ എന്ത് മാറ്റം വരും? എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ക്യാഷ് എന്നും കുറയും, എവിടെ നിന്നും കുറയും? ക്യാപിറ്റൽ നിന്നും കുറയും. ക്യാഷ് എന്നും കുറയും, ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ നിന്ന് 1,00,000 നിന്ന് 5,000 ഒന്നും നമ്മൾ പ്രത്യേകിച്ച് എഴുതുമൊന്നും വേണ്ട, നേരിട്ട് കുറച്ച് കാണിച്ച് കൊടുത്താൽ മതി. 1,00,000 നിന്ന് 5,000 കുറച്ചാൽ എത്ര വരും? 1,00,000 നിന്ന് 5,000 കുറക്കുക എത്ര വരും? 95,000 വരും. 95,000. ഓക്കെ അല്ലേ? 95,000 വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യാം? നമ്മൾ കൂട്ടിക്കാണിക്കാം. ഓക്കെ, കൂട്ടിക്കാണിച്ചു കൊടുക്കുക. എത്ര വരും? 57 1 58, 58 7 65, 65 10 75, 75 20 95,000 വരും. 95,000 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 95,000. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് ഓർമ്മിക്കുക ക്യാഷ് നിന്നും കുറയും, പിന്നെ ക്യാപിറ്റലിൽ നിന്നും കുറയും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത 11ാമത്തെ ശ്രദ്ധിക്കുക. 11ാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 2,000 അല്ലേ? കമ്മീഷൻ 2,000 കിട്ടി. റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 2,000. ഓക്കെ, റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 2,000. അപ്പോൾ 11ാമത്തെ നമ്മൾ എഴുതുക എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 2,000. 2,000 രൂപ കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടുക എന്നാൽ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ ക്യാഷിലും കുറഞ്ഞു, ക്യാപിറ്റലിലും കുറഞ്ഞു. ഇൻകം കിട്ടുന്നതാണിത്. കമ്മീഷൻ കിട്ടുകയാണ്. അപ്പോൾ എന്ത് മാറ്റം വരും? ക്യാഷ് ഒന്ന് കൂടും,
ക്യാപിറ്റലും കൂടും അല്ലേ. അപ്പോൾ ക്യാഷ് ഇവിടെ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? ക്യാഷ് 57,000 ഉണ്ട്. 57,000-ൻ്റെ കൂടെ 2,000 കൂടിയാൽ എത്ര വരും? 59,000 ക്യാഷ് ആവും. ഓക്കെ, ബാക്കിയൊന്നും ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ. ഡെറ്റേഴ്സ് 1000, സ്റ്റോക്ക് 7,000, മിഷനറി 10,000, ബാങ്ക് 20,000. ഓക്കെ, സീക്വൽ ടു ലാബിലിറ്റി 0 ആണ്. പ്ലസ് നമ്മൾ കമ്മീഷനാണ് കിട്ടുന്നത്, ഇൻകാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ കൂടെ കൂട്ടി കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ കൂടെ കൂട്ടണം? ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടണം അല്ലേ. ക്യാപിറ്റൽ എത്ര വരും? 95,000. 2,000 കൂട്ടിയാൽ എത്ര വരും? 97,000 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 എടുക്ക ചേഞ്ച് കാണിച്ചു. ഓക്കെ, 2 എടുക്ക ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കൂട്ടി കാണിക്കാം. എത്ര വരും? 59,000 60,000, 67,000, 67,000, 77,000, 20, 97,000 അല്ലേ. സീക്വൽ ടു 0 പ്ലസ് 97,000. ഓക്കെ അല്ലേ, ഈക്വൽ അല്ലേ. 97,000 പ്ലസ് 0 ഈക്വൽ ടു 97,000. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താ നോക്കുക? 12ാമത്തെ അതായത് ലാസ്റ്റ് വൺ ആണ്. ഇത് 12ാമത്തത് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്, അതായത് വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആണ്. പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. എത്ര വരിക? 1000 രൂപ അല്ലേ. അപ്പം വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുക എന്താണ്? വിഡ്രോ ഫോർ, അടുത്ത ട്രാൻസാക്ഷനാണ് ഇത്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്, റുപ്പീസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എത്രയാണ്? 1000 ആണ് അല്ലേ. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് റുപ്പീസ് 1000, 1000 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാലും വിഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ക്യാഷ് ആയിരിക്കും. ഇനി ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയും. ഓക്കെ, അപ്പോൾ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 1000 രൂപ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, സ്വന്തം ആവശ്യത്തിന് വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്താ മാറ്റം വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്? ക്യാഷ് എന്നും കുറയും, ക്യാപിറ്റൽ എന്നും കുറയും. ഓക്കെ, പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്ന, ഓഫീസ് യൂസിനാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിലോ സാധാരണ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണെങ്കിൽ എന്താ വരിക? ക്യാഷിൽ കൂടും, ബാങ്കിൽ കുറയാണ് ചെയ്യുക. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിന് വിഡ്രോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് മാറ്റാൻ വരിക? ക്യാഷ് എന്നും കുറയും, ക്യാപിറ്റൽ എന്നും കുറയും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ക്യാഷ് ഇവിടെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് എത്ര ഉണ്ടായിരുന്നു? 59,000 ക്യാഷ് ഉണ്ട്. അതിൽ നിന്ന് 1000 കുറച്ചാൽ എത്ര വരും? 58,000 ആവും ക്യാഷ് 58,000. ബാക്കി ഐറ്റമൊക്കെ അതേപോലെ, ഒരു മാറ്റവും ഇല്ല. ഡെറ്റേഴ്സ് 1000, സ്റ്റോക്ക് 7,000, മിഷനറി 10,000, പിന്നെ ബാങ്ക് 20,000. ഓക്കെ, സീക്വൽ ടു ലാബിലിറ്റി ഇല്ലല്ലോ, 0 പ്ലസ് എന്താ മാറ്റം വരിക? ക്യാപിറ്റൽ. ക്യാഷ് എന്ന് കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1000 കുറച്ച് കാണിച്ചു ക്യാഷ് എന്ന്. പിന്നെ എവിടെ നിന്നും കുറക്കണം? ക്യാപിറ്റൽ ഇവിടെ 97,000, 1000 കുറഞ്ഞാൽ 96,000 ആവും. ഓക്കെ, അപ്പോൾ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റം വരിക? ക്യാഷ് എന്നും കുറയും, ക്യാപിറ്റൽ എന്നും കുറയും. ഓക്കെ ആണല്ലോ. എന്നിട്ട് അത് കൂട്ടി കാണിക്കുക. ഓക്കെ, എത്ര വരും? 58 1 59,000, 59 7 66, 10 77, 77 20 96,000 ഈക്വൽ ടു 0 പ്ലസ് 96,000. ഓക്കെ ആണല്ലോ. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഓക്കെ ആയി. അവസാനം വരെ എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെയാണ്. അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? അക്കൗണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ ഈ പ്രോബ്ലം കൂടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. കാരണം മാക്സിമം നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെയ്തിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? രണ്ടാമത്തെ ക്ലാസ്, 2 ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താവും? പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് മെത്തേഡ്? ഈസി മെത്തേഡാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ്. അപ്പോൾ അത് അതേപോലെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സും കൃത്യമായിട്ട് കാണുക. ഓരോ ക്ലാസ്സും അക്കൗണ്ടൻസിൻ്റെ ഓരോ ക്ലാസ്സും കൃത്യമായിട്ട് കാണുക.
എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.